മണ്ഡലത്തിലെ നേതാക്കളെ രാജിവെച്ച് പുറത്തു പോ. ഭരിക്കാൻ കഴിവില്ലാത്തവൻ രാജിവെച്ച് പുറത്തു പോ. കൂത്തുപറമ്പിലെ തോൽവി, മുസ്ലിം ലീഗിൽ കലാപം. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിനെതിരെ പ്രകടനം നടത്തിയ പ്രവർത്തകർ ഷാഹുൽ ഹമീദിന്റെ കോലം കത്തിച്ചു. അഴീക്കോടെ തോൽവിയും പാർട്ടി പരിശോധിക്കും. മനോജ്, കൂത്തുപറമ്പിലെ തോൽവിക്ക് പിന്നാലെ മുസ്ലിം ലീഗിൽ കലാപം ഉടലെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? നീലാഞ്ജന, സംസ്ഥാനത്താകെ UDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ടായി. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അനുകൂലമായ ഒരു തരംഗം എങ്ങും ആഞ്ഞടിച്ച സമയത്താണ് കണ്ണൂർ ജില്ലയിലെ 2 സീറ്റുകളിൽ കൂത്തുപറമ്പിലും അഴീക്കോടും മുസ്ലിം ലീഗ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. പരാജയപ്പെട്ടതാകട്ടെ നേരിയ വോട്ടുകൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ കൂത്തുപറമ്പിലെ പരാജയം അത് ഒരു പാർട്ടിയിൽ തന്നെ വലിയ ഒരു കലാപത്തിന് തിരികൊളുത്തുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാനൂരിൽ ഇന്നലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ സംസ്ഥാനത്താകെ UDF-ന് ലഭിച്ച വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തി. ആ പ്രകടനത്തിനിടെയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഷാഹുൽ ഹമീദിന്റെ കോലം കത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ പ്രവർത്തകർ ഒന്നടങ്കം ആ നേതൃത്വത്തിനെതിരെ കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ രംഗത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഈ പ്രകടനം നടന്നത്. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ കോലം കത്തിച്ചുകൊണ്ട് ഈ യൂദാസിന്റെ പണിയെടുത്ത ഷാഹുൽ ഹമീദ് ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ പൊട്ടാങ്കണ്ടി അബ്ദുള്ള മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ട് ഈ പാനൂർ മേഖലയിൽ ജയന്തി രാജന് ലഭിച്ചിട്ടില്ല. ഇതാണ് പ്രവർത്തകർ ഒരു സംശയത്തോടു കൂടിയുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കാരണം. ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പാനൂരിൽ പ്രവീൺ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഈ റാന്തലിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഈ ഷാഹുൽ ഹമീദിന്റെ ഭാര്യ വാട്സപ്പിൽ ഇട്ടതും പ്രവർത്തകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ബോധപൂർവമായ ഒരു കാലുവാരൽ അവിടെ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിൽ പ്രകോപിതരായി അല്ലെങ്കിൽ ഷാഹുൽ ഹമീദിനെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം, അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രകടനം നടന്നിട്ടുള്ളത്. ഈ കൂത്തുപറമ്പിൽ ഇത്തവണ എന്തായാലും ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവായ ജയന്തി രാജൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഏതെങ്കിലും തരത്തിൽ ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഒരു പ്രശ്നം കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകളൊന്നും തന്നെ നേതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേതാക്കൾ ആ രീതിയിലുള്ള ഒരു സൂക്ഷ്മമായ തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഒക്കെ കൂത്തുപറമ്പ് നഷ്ടപ്പെടാൻ ഇടയാക്കിയത് അവിടുത്തെ പ്രാദേശികമായ നേതാക്കളുടെ ഈ ഗ്രൂപ്പ് പോരും അതോടൊപ്പം തന്നെ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും ഒക്കെയാണ് ഈ പരാജയത്തിന് കാരണം എന്ന് കണ്ടെത്തിയാണ് ഇത്തവണ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാവിനെ ദേശീയ നേതാവായ ജയന്തി രാജനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. പക്ഷേ എന്നിട്ടും അതേ രീതിയിൽ തന്നെ ഒരു വിഭാഗീയമായ പ്രവർത്തനം അവിടെ നടന്നു.
എന്നുള്ളതാണ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ 1200ഓളം വോട്ട് പൊട്ടാങ്കണ്ടി അബ്ദുള്ളക്ക് ലീഡുണ്ടായിരുന്ന പാനൂർ മേഖലയിൽ ഇത്തവണ 850ഓളം വോട്ടിന്റെ ലീഡ് മാത്രമാണ് ലഭിച്ചത്. ഇത് കാലുവാരിയത് കൊണ്ട് മാത്രമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. 2000-ലധികം വോട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2000-ലധികം വോട്ട് 2500ഓളം വോട്ടിന്റെ ലീഡ് കിട്ടിയ സ്ഥാനത്താണ് അത് 850ഓളമായി ചുരുങ്ങിയത്. ഇത് കാലുവാരിയത് കൊണ്ട് മാത്രമാണ്. അതിനെതിരായ സ്ഥാനാർത്ഥിക്കെതിരായ ഒരു പ്രവർത്തനം, തങ്ങൾക്ക് സീറ്റില്ലെങ്കിൽ മറ്റാരും ഇവിടെ ജയിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നു എന്നതുകൊണ്ട് മാത്രമാണ് അവിടെ അത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായത് എന്നാണ് ഈ പ്രവർത്തകർ ആരോപിക്കുന്നത്. ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ പ്രകടനത്തിലുടനീളം ഉണ്ടായിരുന്നത്. കോലം കത്തിച്ചുകൊണ്ടും അതേ രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തനത്തിൽ യൂദാസിന്റെ പണിയെടുത്ത ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജിവെക്കണം എന്നുള്ള ആവശ്യം കൂടി ഈ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കൂത്തുപറമ്പിലെ പരാജയം അത് പാർട്ടി ആഴത്തിൽ പരിശോധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പല നേതാക്കൾക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്താകെ ഉണ്ടായ ഒരു തരംഗത്തിന്റെ സ്വഭാവം നോക്കുമ്പോൾ കൂത്തുപറമ്പ് ഉറപ്പായും ഇത്തവണ ജയിക്കേണ്ടതായിരുന്നു. അതുണ്ടാവാത്തത് ഈ നേതാക്കളുടെ കാലുവാരൽ കൊണ്ടാണെന്നാണ് ഈ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. ഏതായാലും ഈ വിഷയം പാർട്ടി ആഴത്തിൽ പരിശോധിക്കും എന്നാണ് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ നീക്കവുമായി തങ്ങൾ മുന്നോട്ട് പോകും, തങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ തന്നെ സമീപിക്കുമെന്നും അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൂത്തുപറമ്പിനെ പോലെ തന്നെയാണ് അഴീക്കോടും ഉണ്ടായ പരാജയം. അഴീക്കോട് ഇത്തവണ 349 വോട്ടിനാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് കരീം ചേലേരി പരാജയപ്പെടുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പാർട്ടി വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് കരീം ചേലേരിയും അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൂടി വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്നടക്കം വോട്ട് ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുഴാതി പള്ളിക്കുന്ന് മേഖലകളിൽ നിന്ന് UDFന് അനുകൂലമായി ലഭിക്കേണ്ട വോട്ടുകൾ പലതും ലഭിച്ചില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അബ്ദുൽ കരീം ചേലേരി അവിടെ മത്സരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള പ്രവർത്തനം ഏകീകരിച്ച് നടപ്പാക്കിയതാണ്. പുതുതായി 9,000-ഓളം വോട്ട് ചേർത്തതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പരാജയം ഉണ്ടായത് ഒരു പാലം വലി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു. ഉറപ്പായും ജയിക്കും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി. ആ രീതിയിൽ നിന്നുള്ള പ്രചരണത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാജയം അഴീക്കോടും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് പരാജയവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പാർട്ടി ആഴത്തിൽ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കൂത്തുപറമ്പിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്, രൂക്ഷമാണ്. അവിടെ പല പ്രശ്നങ്ങൾക്കും സംഘടനാപരമായ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഏത് രീതിയിലുള്ള തിരുത്തൽ നടപടികളാണ് പാർട്ടിയിൽ നിന്നുണ്ടാവുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നീലാഞ്ജന.